വെൽക്കം ടു റോംബസ്. അപ്പൊ നമ്മുടെ മിഷലീനിയസ് ക്വസ്റ്റ്യൻസിന്റെ ബാലൻസ് സീരീസ് ആണ്. നമുക്കപ്പോ ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് നമ്മളുടെ? Which biomolecules provides the highest energy per gram? ഒരു ഗ്രാം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏതിലാണ്? എനർജി സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇതിൽ ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിനാണോ, പ്രോട്ടീൻസിനാണോ, ഫാറ്റ്സിനാണോ, വൈറ്റമിൻസിനാണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മിസ്റ്റേക്ക് വരുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ, നമുക്ക് ബോഡിക്ക് എനർജി തരുന്ന ആരാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ എനർജി എന്ന് കാണുന്ന ഉടനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ചാടിക്കേറി നമ്മൾ പോയി കാർബോഹൈഡ്രേറ്റ്സ് മാർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ആൻസർ കാർബോഹൈഡ്രേറ്റ്സ് റോങ് ആണ് ആൻസർ കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഏതാണ്? പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും ഒരു ഗ്രാം എടുക്കുമ്പോൾ എത്രയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്ന സമയത്ത് 4 കാലറി ആണ് അവർക്കുള്ളത് ഒരു ഗ്രാമിൽ കേട്ടോ. അതേപോലെ പ്രോട്ടീൻസ് ആണെങ്കിലും 4 ആണുള്ളത്, ഫാറ്റ്സിനാണെങ്കിൽ 9 ഉണ്ട്, വൈറ്റമിൻസിന് 0. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വൈറ്റമിൻസ്. മുന്നത്തെ ഒരു സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വൈറ്റമിൻസിന് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആണ്. അതായത് നമ്മുടെ കോശങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ രാസപ്രവർത്തനങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വൈറ്റമിൻസ് അല്ലെ. വൈറ്റമിൻസ് അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് വൈറ്റമിൻസിന് എന്തില്ല? എനർജി ഒന്നുമില്ല, അവർ പ്രൊട്ടക്ഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ആൻസർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ്സിന് 4 കാലറിയേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും അതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അതേപോലെ പ്രോട്ടീൻസിന് നമുക്കറിയാം ബോഡി ബിൽഡിംഗ് ആണ് അവര്, അപ്പൊ അവരും അല്ല. ഫാറ്റ്സിനാണ് ഏറ്റവും കൂടുതലുള്ള, ഒരു ഗ്രാം എടുക്കുമ്പോൾ 9 കാലറി അതിൻ്റെ അകത്ത് എന്താണ്? എനർജി ആണുള്ളത്. അതിനെ കൊണ്ടാണ് ഇപ്പൊ ഒരു വണ്ണം ഉള്ള ആളും വണ്ണം ഇല്ലാത്ത ആളും ഒരു ഗുഹയിലോ എവിടെയെങ്കിലും അകപ്പെട്ടെന്ന് വിചാരിച്ചു. അവർക്ക് ഫുഡ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. ആ സമയത്ത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും ഫുഡും വെള്ളം ഇല്ലാതെ നമുക്ക് കുറെ നാളൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ വണ്ണം ഉള്ള ആളായിരിക്കും കൂടുതൽ ഡേയ്സ്. ഹെൽത്ത് കണ്ടീഷൻ എല്ലാം രണ്ടുപേർക്ക് സെയിം ആണെന്ന് കരുതിക്കോ. അപ്പൊ ആ വണ്ണം ഉള്ള ആളായിരിക്കും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ, അതായത് ജീവിച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ ബോഡിയിൽ എന്തുണ്ട്? ഫാറ്റ്സ് ഉണ്ട്. ഈ ഫാറ്റ്സ് എല്ലാം ഉരുകി തീർന്നിട്ടല്ലേ എന്തായാലും അവര് മരിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഫാറ്റ്സിൽ എന്തുണ്ട്? എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കും. മറ്റേ മെലിഞ്ഞ ആളുടെ ബോഡിയിലാണെങ്കിൽ എന്തില്ല? ഫാറ്റ്സ് ഇല്ല. അപ്പൊ അവർക്ക് എന്താണ്? എനർജി പ്രൊഡ്യൂസ് ആവുന്നില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും വണ്ണം ഉള്ളവര് അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം സർവൈവ് ചെയ്യുന്നത്. ഈ റീസൺ ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഫാറ്റ്സ് എന്നാണെന്നുള്ളത് കേട്ടോ. അതൊന്നും മറന്നു പോകാതെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which part of the brain controls balance and posture? ബാലൻസും പോസ്റ്ററും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രെയിനിന്റെ ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ ഭാഗങ്ങളാണല്ലോ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ് ഒക്കെ. അപ്പൊ ഇവര് ഇതിൽ ഏത് ഭാഗമാണ് നമ്മളുടെ കൺട്രോൾ, ബാലൻസ്, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ ആരുടെ കൺട്രോളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സെറിബ്രവും സെറിബെല്ലവും മെഡുലയും നമ്മുടെ പോൺസും ആണ് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. പോൺസ് എന്താണ്? ഈ ബ്രെയിനിന്റെ പാർട്സിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ജോലിയാണ് പോൺസിനുള്ളത് കേട്ടോ. കണക്ട് ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ പോൺസ് ചെയ്യുന്നത്. അതായത് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നത് ആരാണ്? പോൺസ് ആണ്. അപ്പൊ ഇതല്ലല്ലോ ആൻസർ, ഇതല്ലെന്ന് ഉറപ്പാണ് അല്ലെ. മെഡുല എന്താണ് ചെയ്യുന്നത്? മെഡുല ഒബ്ലോങ്കേറ്റ എന്നാണ് പറയുന്നത്. മെഡുല എന്താണ്? ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റ. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. നമ്മുടെ ഹാർട്ട് ബീറ്റ് അതൊക്കെ അല്ലേ. ഹാർട്ട് ബീറ്റ് കാര്യങ്ങൾ, ബ്രീത്തിങ്, നമ്മുടെ ശ്വസനം ഇല്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ മെഡുലയാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. സെറിബ്രം പിന്നെ സെറിബെല്ലം വരുന്നുണ്ട് അല്ലെ. സെറിബ്രം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ സെറിബ്രം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ലേൺ ചെയ്യാൻ, തിങ്ക് ചെയ്യാൻ, അതേപോലെ തന്നെ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാൻ, ആ മാത്സ് ഒരു പ്രോബ്ലം, എക്സാമ്പിൾ ഒരു മാത്സ് പ്രോബ്ലം കിട്ടി അതിനെ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെറിബ്രം ആണ്.
ഇവിടെ സെറിബെല്ലം ആണ് നമ്മളുടെ ആൻസർ. അതായത് ബാലൻസ് ആൻഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലം ആണ് കേട്ടോ. സെറിബെല്ലം അതിനെ കൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിക് പേഴ്സൺസ് ഇല്ലേ, അതായത് വെള്ളം അടിക്കുന്ന ആൾക്കാര്, നമ്മുടെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാര് എന്താണ്, അവർക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി നടക്കാൻ പറ്റൂ ഇല്ല. എന്തുകൊണ്ടാണ് അവർ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത്? ആ ആൽക്കഹോൾ എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ സെറിബെല്ലത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അതിനെ കൊണ്ട് എന്ത് പറ്റും? അവിടെ അവരുടെ ബാലൻസ് പോവാണ്, ബോഡിയുടെ ബാലൻസ് പോസ്ചറും ഒക്കെ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് അവർക്ക് കറക്റ്റ് ആ വഴി കൂടി നടക്കാൻ പറ്റുന്നത്. നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി നടക്കാൻ പറ്റുന്ന എന്താണ്? സെറിബെല്ലം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. സെറിബെല്ലം ആണ് ആൻസർ. നമുക്ക് നോക്കാലോ. കണ്ടോ, ഉത്തരം സെറിബെല്ലം ആണ്, ബി ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് ജനറ്റിക് ഡിസോർഡർ കോസ്ഡ് ബൈ ആൻ എക്സ്ട്രാ ക്രോമസോം 21 ഈസ്. അപ്പൊ എക്സ്ട്രാ ക്രോമസോം 21 അല്ലെങ്കിൽ ട്രൈസോമി 21 എന്നും പറയാറുണ്ട് കേട്ടോ. ട്രൈസോമി 21 എന്നും പറയാറുണ്ട്. ഇങ്ങനെയും പറയാറുള്ളത്. ഇതിനെ ആരെയാണ് പറയുന്നത്? അത് ടേണർ സിൻഡ്രത്തിനെ ആണോ, ഡൗൺ സിൻഡ്രത്തിനെ ആണോ, ക്ലിഫിൻഡർ സിൻഡ്രോം ആണോ, ടേ സാക്സിനെ ആണോ? അപ്പൊ നമ്മൾ ഇത് ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്ക് നോർമലി എല്ലാവർക്കും 46 ആണ് ക്രോമസോം ഉള്ളത് അല്ലെ. അതില് എന്താണ്, ഇപ്പം ഫീമെയിൽസിനാണെങ്കിൽ XX എന്നുള്ള ക്രോമസോം ആയിരിക്കും, മെയിൽസിലാണെങ്കിൽ XY, അതായത് പെണ്ണുങ്ങളിൽ XX ക്രോമസോം, ആണുങ്ങളിൽ XY ക്രോമസോം ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ 46 ക്രോമസോം 23 പെയർസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതില് ഒരെണ്ണം എക്സ്ട്രാ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സിൻഡ്രോം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സിൻഡ്രോം ആണ്? ഡൗൺ സിൻഡ്രോം ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ടേണർ സിൻഡ്രോം എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ അല്ലെ. അതായത് 45 ക്രോമസോം, അതില് ഒരെണ്ണം X ഉണ്ട്, ഒരെണ്ണം ഒന്നുമില്ല. അതായത് ഒരെണ്ണം കുറവാണ് അല്ലെ. നമുക്ക് ഓൾറെഡി എത്ര ഉള്ളത്? 46. ഇവിടെ എന്തോ ഉള്ളൂ? 45 ഉള്ളൂ. ഒരെണ്ണം കുറവാണ്, ഒരു X കുറവാണ് അല്ലെ. അതിനെ എന്ത് വിളിക്കും? ടേണർ സിൻഡ്രോം എന്ന് പറയും. ഒരെണ്ണം കൂടുതലാണെങ്കിൽ ഡൗൺ സിൻഡ്രോം, കുറവാണെങ്കിൽ ടേണർ സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ക്ലിഫിൻഡർ സിൻഡ്രോം ആണെങ്കിൽ എന്താണ് അവസ്ഥ? അവിടെ 47 ഉണ്ട്. അതേപോലെ എന്താ അവിടെ പറ്റുന്നതെന്ന് അറിയോ? XY, അതായത് ഒരു X അഡീഷണൽ ആണ്. അതായത് X അഡീഷണൽ ആയിട്ട് കയറും അല്ലെ. ആ X അഡീഷണൽ ആയിട്ട് കയറുമ്പോൾ അവിടെ എന്താണ്? ഇത് മെയിൽസിൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഈ ക്ലിഫിൻഡർ സിൻഡ്രോം. മെയിൽസിൽ ഒരു X അധികം ആകുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൂടുതൽ കാണിക്കാൻ, അതായത് ഫീമെയിൽ ഹോർമോൺസ് അവരുടെ ബോഡിയിൽ പ്രസന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ എന്താണ്? ഒരെണ്ണം കുറവാണ് അല്ലെ. അവിടെ എന്ത് പറ്റും? വന്ധ്യതാ പ്രശ്നം. പെണ്ണുങ്ങളിൽ വന്ധ്യതാ പ്രശ്നം ഉണ്ടാക്കുന്നത് ടേണർ സിൻഡ്രോം ആണ്. ആണുങ്ങളിൽ ക്ലിഫിൻഡർ സിൻഡ്രോം ആണ്. അതായത് സ്പേം ഒക്കെ പ്രൊഡക്ഷന്റെ ആ ഒരു ഇതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ വന്ധ്യതാ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. കാരണം ഇവിടെ എന്താണ്? പെണ്ണുങ്ങളുടെ ഒരു X ഇവിടെ കൂടുതലാണ് അല്ലെ. ആ ഒരു X ഹോർമോൺ ഇവിടെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ക്ലിഫിൻഡർ സിൻഡ്രോം. ഈ ടേ സാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമുക്ക് ഒരു ഹെക്സ് എ എന്ന് പറയുന്ന ജീൻ ഉണ്ട് നമ്മുടെ ബോഡിയിൽ, ഹെക്സ് എ ജീൻ. ഇതിന് ജനറ്റിക് ഡിസോർഡർ, അതായത് മ്യൂട്ടേഷൻ പറ്റുന്നതാണ്, ചേഞ്ചസ് വരുന്നതാണ്. ആ ഒരു അസുഖത്തിനാണ് ടേ സാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഡൗൺ സിൻഡ്രോം ആണ്, അല്ലെങ്കിൽ ട്രൈസോമി 21 എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. ഓർത്തു വെക്കുക. ഒരു ക്രോമസോം അധികം ആവുമ്പോഴാണ് ഡൗൺ സിൻഡ്രോം, ഒരു ക്രോമസോം കുറവാകുമ്പോൾ ടേണർ സിൻഡ്രോം. അതേപോലെ ഒരു X ക്രോമസോം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ക്ലിഫിൻഡർ സിൻഡ്രോം. അതേപോലെ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് നമ്മുടെ ഹെക്സ് എ ജീന് എന്ത് പറ്റുവാണ്? മ്യൂട്ടേഷൻ, ഒരു ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജനറ്റിക് ഡിസോർഡറിനെ പറയുന്ന, ആ ഡിസീസസിനെ പറയുന്ന എന്താണ്? ടേ സാക്സ് എന്നാണ് കേട്ടോ. ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഡൗൺ സിൻഡ്രോം ആണ് കേട്ടോ. നോക്കിക്കേ, ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് എൻസൈം ഈസ് നോൺ ആസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെ. അതായത് നമ്മുടെ ബോഡിയിൽ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഓരോന്നാക്കുന്നുണ്ടല്ലോ. അതായത് ദഹന പ്രക്രിയ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രക്രിയ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമിലൈസ് ആണോ, ലിപ്പേസ് ആണോ, പെപ്സിൻ ആണോ, അതോ ഓൾ ഓഫ് ദിസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവരെല്ലാവരും ആണോ? അപ്പൊ നമുക്ക് ഇത് ഓരോന്നിന്റെ ഫംഗ്ഷൻ അറിഞ്ഞാലേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഓരോന്നും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ഈ അമിലൈസ് എന്താണ്? നമ്മുടെ സലൈവറി അമിലൈസ് ആണ് അല്ലെ. അതായത് നമ്മുടെ ഉമിനീരിൽ കാണുന്നതാണ് സലൈവറി അമിലൈസ് എന്ന് പറയുന്ന എൻസൈം. ഇതെന്താണ് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള സ്റ്റാർച്ചിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മാൽറ്റോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? സലൈവറി അമിലൈസിനുള്ളത്. അപ്പൊ ലിപ്പേസോ, നമ്മുടെ ലിപ്പിഡ്സ് ഇല്ലേ, ഫാറ്റ്, ലിപ്പിഡ്സ് അല്ലെങ്കിൽ അതിനെ ഫാറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാറ്റ്സിനെ ആരാക്കി മാറ്റും?
ഫാറ്റി ആസിഡുകളാക്കി മാറ്റുന്നത് ആരാണ്? ലിപ്പേസ് ആണ് അല്ലെ. ഫാറ്റി ആസിഡുകളായിട്ടാണ് മാറ്റുന്നത്. ആദ്യമേ അമിലൈസ് എന്താണ്? സ്റ്റാർച്ചിനെ മാൽട്ടോസ് ആക്കി മാറ്റുന്നത് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡ്. അത് ഡൈജഷൻ പ്രക്രിയ ആയിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ നമ്മുടെ ഫാറ്റ്സിനെ ആരാണ് കൺവേർട്ട് ചെയ്യുന്നത്? ലിപ്പേസ് എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡ് ആക്കി മാറ്റും അല്ലെ. അതേപോലെ പെപ്സിൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോട്ടീൻസ് ഇല്ലേ, പ്രോട്ടീൻസിനെ എന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കും? പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നതാണ് നമ്മുടെ പെപ്സിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇവരെല്ലാരും ഓരോന്നിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റാർച്ചിനെ മാൽറ്റോസ് ആക്കി മാറ്റുന്നു. ഇതെല്ലാം എന്താണ്? കാറ്റലിസ്റ്റ് ആണ് അല്ലെ, പ്രവർത്തനം. അവരെല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഓരോ പ്രക്രിയയെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ലിപ്പിഡ്സിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഫാറ്റി ആസിഡ് ആക്കി മാറ്റുന്നുണ്ട്. പെപ്സിനെ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻസർ ഇവിടെ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ, ഓർത്തു വെക്കുക. Which process do bacteria exchange DNA using a pilus? Pilus അല്ലെങ്കിൽ സെക്സ് പിലെ എന്നൊക്കെ അറിയപ്പെടാം കേട്ടോ. സെക്സ് പിലെ എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്സ് പിലെ വഴി DNA, അതായത് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പേരെന്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണോ, ട്രാൻസ്ഡക്ഷൻ ആണോ, കോൺജുഗേഷൻ ആണോ, റെപ്ലിക്കേഷൻ ആണോ? അപ്പൊ ഇതെല്ലാം എന്താണെന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം അല്ലെ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ അതായത് ഒരു സംഭവം ട്രാൻസ്ഫർ ആവുന്നതാണെന്ന് അറിയാം അല്ലെ. അതായത് നമ്മളുടെ അതായത് ഓരോ ഓർഗാൻസും, അതായത് ഇപ്പൊ ഒരു ബാക്ടീരിയ മരിച്ചെന്ന് വിചാരിച്ചോ, മരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അതിന്റെ ആ സറൗണ്ടിങ്സിൽ എന്താവും? ആ ബാക്ടീരിയയുടെ DNA ഫ്രീ ആയി കിടക്കുമായിരിക്കും അല്ലെ. നമ്മുടെ ചുറ്റുപാടിൽ അത് ഫ്രീ ആയി. അപ്പൊ വേറൊരു ബാക്ടീരിയ വന്ന് ഇതിനെ കളക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ആ DNA എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ? അത് അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മരിച്ചുപോയ ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ DNA എന്താണ്? നമ്മളുടെ ഭൂമിയിലായാലോ, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ ഫ്രീ ആയാലോ, ആ DNA വന്ന് വേറൊരു ബാക്ടീരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ, ആ പ്രക്രിയയെ പറയുന്നതാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ എന്ന്. അപ്പൊ അതല്ലല്ലോ നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് DNA യൂസിങ് പിലസ് വഴിയല്ല അവിടെ ട്രാൻസ്ഫർ നടക്കുന്ന. മരിച്ചുപോയ ഓർഗാനിസത്തിന്റെ ബാക്ടീരിയ, അതായത് DNA, ഒരു മരിച്ചുപോയ ബാക്ടീരിയയുടെ DNA ആരെടുക്കുന്നത്? വേറൊരു ബാക്ടീരിയ എടുക്കുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അത് പിലസ് വഴിയല്ല. അതായത് പിലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ്, അത് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്, മുടി പോലെ ഇരിക്കും. ആ ഒരു സ്ട്രക്ചർ വഴിയാണെങ്കിൽ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇത് അതല്ലല്ലോ, DNA അല്ലാതെയാണ് ട്രാൻസ്ഫർ ആവുന്നത് അല്ലെ. ഇനി ട്രാൻസ്ഡക്ഷൻ എന്താണ്? ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പൊ ബാക്ടീരിയാസ് ഉണ്ടല്ലോ, ബാക്ടീരിയയില് എന്താണ്? ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയിലേക്ക് ബാക്ടീരിയൽ DNA ഉണ്ടല്ലോ, ബാക്ടീരിയൽ DNA ആണ് ഇവിടെ ട്രാൻസ്ഫർ ആവുന്നത്. ബാക്ടീരിയൽ DNA ഒരു ബാക്ടീരിയയിൽ നിന്നും അടുത്തൊരു ബാക്ടീരിയയിലേക്ക് ഒരു വെക്ടറോ അല്ലെങ്കിൽ വൈറസ് വഴി സ്പ്രെഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നത്, അതിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് ബാക്ടീരിയൽ DNA ഒരു ബാക്ടീരിയയിൽ നിന്നും വേറൊരു ബാക്ടീരിയയിലേക്ക് ഒരു വെക്ടർ വഴിയോ അല്ലെങ്കിൽ വൈറസ് വഴിയോ ആണ് ആ DNA ട്രാൻസ്ഫർ ആവുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ട്രാൻസ്ഡക്ഷൻ. ഇവിടെ എന്തായിരുന്നു? ട്രാൻസ്ഫോർമേഷൻ. ഒരു മരിച്ചുപോയ ബാക്ടീരിയ, ഡെഡ് ബാക്ടീരിയയിൽ നിന്നും എന്താണ്? നമ്മുടെ ചുറ്റുപാടിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന DNA ഇല്ലേ, ഫ്രീ DNA വേറൊരു ബാക്ടീരിയ വന്ന് എടുക്കുന്നതാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ. മറന്നു പോരുത്, ഇതിന് രണ്ടിനും രണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് ബാക്ടീരിയൽ DNA എന്ത് വഴി? ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇങ്ങനെ വെക്ടർ വഴിയോ അല്ലെങ്കിൽ വൈറസ് വഴിയോ അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കും. ഇനി വരുന്നത് നമ്മൾക്ക് റെപ്ലിക്കേഷനും കോൺജുഗേഷൻ. റെപ്ലിക്കേഷൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. DNA റെപ്ലിക്കേഷൻ, അതായത് DNAയുടെ കോപ്പിയിങ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയിങ് എന്നൊക്കെ പറയാം. അതേ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോപ്പിയാണ് നമ്മുടെ റെപ്ലിക്കേഷൻ എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. കോപ്പി എടുക്കുക, അതായത് DNAയുടെ സെയിം തന്നെ DNAയുടെ റെപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എന്താണ്? സെയിം DNA പ്രൊഡ്യൂസ് ആവും. അതിനെയാണ് കോപ്പിയിങ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പം ഇത് മൂന്നും അല്ല, നമുക്ക് ആൻസർ എന്ത് കിട്ടി? കോൺജുഗേഷൻ. ഈ കോൺജുഗേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മുടെ ബാക്ടീരിയ DNA എന്താണ്? ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് എങ്ങനെ എക്സ്ചേഞ്ച് ആവും?
പിലസ് അല്ലെങ്കിൽ സെക്സ് പിലേ വഴി, അതായത് ഒരു ഹെയർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്, അതുവഴി എന്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ് ആണ് നമ്മുടെ കോൺജുഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്ര ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. Which organ has both endocrine and exocrine function? ഏതിനാണ് both endocrine exocrine function ഇതിൽ കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാവുന്നതാണ്. പാൻക്രിയാസ് ആണ് എൻഡോക്രൈനും എക്സോക്രൈൻ ഇത് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? പാൻക്രിയാസിൽ എന്ത് അവര് എൻസൈമിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻസൈംസിനെയും ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്? എൻഡോക്രൈനും എക്സോക്രൈനും ഫംഗ്ഷൻ കാണിക്കുന്നത് അല്ലെ. നമ്മുടെ പാൻക്രിയാസ് എന്താണ്? ഡൈജസ്റ്റ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സലേവറി അമിലൈസ്. അതേപോലെ തന്നെ എന്താണ്? ഇൻസുലിൻ, ഗ്ലൈക്കോജൻ, ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ കൊണ്ടാണ് അവരെ എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ആൻസർ കേട്ടോ. പാൻക്രിയാസ് ആണ്. നമുക്ക് നോക്കാലോ ആണോന്ന്. കണ്ടോ, ആൻസർ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which disease is caused by deficiency of dopamine? ഡൊപ്പാമൈന്റെ കുറവ് കാരണം ഏത് ഡെഫിഷ്യൻസി ആണ്, അതായത് ഏത് അസുഖമാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൽസിമേഴ്സ് ആണോ, പാർക്കിൻസൺ ഡിസീസ് ആണോ, ക്യാൻസർ ആണോ, ടൈഫോയിഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്കപ്പോ ഓരോന്നറിയാം. ടൈഫോയിഡ് എങ്ങനെയാണ്? സാൽമണല ടൈഫേ വഴിയാണ് അല്ലെ പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പൊ എന്തായാലും അത് ഡൊപ്പാമൈന്റെ കുറവ് കാരണം ഉണ്ടാവുന്നതല്ല. അപ്പൊ ടൈഫോയിഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസർ എന്താണ്? നമ്മുടെ സെൽ ഗ്രോത്ത് കൂടുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ക്യാൻസർ. അതേപോലെ WBC വരുന്ന വേരിയേഷൻ ആണ് ക്യാൻസർ എന്ന് നമുക്കറിയാം. ഡെഫിഷ്യൻസി ഓഫ് WBC ആണ്, അതുകൊണ്ട് അതും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ വരുന്ന അൽഷിമേഴ്സും പാർക്കിൻസൺസും ആണ് അല്ലെ. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രെയിനിന്റെ ന്യൂറോൺസിന് വരുന്ന ഡാമേജിൽ ഉണ്ടാവുന്നതാണ് നമ്മളുടെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം. അതായത് നമ്മുടെ ഓർമ്മ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഡോപ്പമൈൻ ഡെഫിഷ്യൻസി മൂലം ഏതാണ് ഉണ്ടാവുന്നത്? നമ്മുടെ പാർക്കിൻസൺ ഡിസീസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഡോപ്പമൈൻ കുറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസൺ ഡിസീസ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. അൽഷിമേഴ്സ് ബ്രെയിനിന്റെ ന്യൂറോണിന് വരുന്ന ഡാമേജ് ആണ് കേട്ടോ. നോക്കി, ആൻസർ ബി ആണ് കേട്ടോ. Which cell organelle is called suicidal bag of the cell? അതായത് നമ്മളുടെ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. റൈബോസം, മൈറ്റോകോൺട്രിയ, ലൈസോസം, ഗോൾഗി. അതായത് കോശത്തിന്റെ ആത്മഹത്യശില എന്നറിയപ്പെടുന്ന ആരാണെന്നാണ് ഇവിടെ മെയിൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ആരെയാണ് അറിയപ്പെടുന്നത്? നമുക്ക് ഓരോന്നിന്റെ അറിയണം അല്ലെ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ റൈബോസോംസിനെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? റൈബോസോംസിനെ പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. പ്രോട്ടീൻ ഫാക്ടറി. കാരണം എന്താണ്? അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ്, അതായത് പ്രോട്ടീൻസിന്റെ നിർമ്മാണം നടക്കുന്നത് റൈബോസോംസിലാണ്. അതുകൊണ്ട് ഇവരെ പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതല്ല ആൻസർ എന്ന് കൺഫേം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മൈറ്റോകോൺട്രിയ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് അല്ലെ. പവർ ഹൗസ് ഓഫ് ദ സെൽ, എനർജി സെന്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലെ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. അതുകൊണ്ട് ഇതും അല്ലെന്ന് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ലൈസോസം, ഗോൾഗി ബോഡി. അപ്പൊ ഗോൾഗി ബോഡി നോക്കിക്കേ, ഗോൾഗി ബോഡിയെ പോസ്റ്റ് ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്ത് വിളിക്കാം? പാക്കേജിംഗ് സെന്റർ എന്നും കൂടി അറിയപ്പെടാറുണ്ട്. പാക്കേജിംഗ് സെന്റർ. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അറിയപ്പെടുന്നത്? കാരണം ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും, അതായത് ഗോൾഗി ബോഡീസിലാണ് പാക്കേജിങ് കാര്യങ്ങൾ നടക്കുന്നത്. പോസ്റ്റ് ഓഫീസ്, അതായത് എല്ലാ കാര്യങ്ങളും വന്ന് റിസീവ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ഗോൾഗി ബോഡി എന്ന് പറയുന്നത്. ലൈസോസോമിനെയാണ് സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇവിടെ ലൈസോസോമിനെ സൂയിസൈഡ് ബാഗ് എന്ന് വെച്ചാൽ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽ, സെൽസിന്റെ എല്ലാ ഡെഡ് റിമൈൻസും കാര്യങ്ങളും എല്ലാം വന്ന് ഈ ഡസ്റ്റ്ബിൻ, അല്ലെങ്കിൽ ഇതിനെ എന്താണ് സൂയിസൈഡ് ബാഗ് അല്ലാതെ ഗാർബേജ് സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? നമ്മളുടെ ലൈസോസോമിനാണ് കേട്ടോ. ഇതിന് ഒരു പേരും കൂടെ ഉണ്ട്, ഗാർബേജ് സിസ്റ്റം എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഗാർബേജ് സിസ്റ്റം എന്നും കൂടി അറിയപ്പെടാറുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം, ഗാർബേജ് സിസ്റ്റം, സൂയിസൈഡൽ ബാഗ്, ഇങ്ങനെ പല പേരില് ആരെ അറിയപ്പെടാറുണ്ട്? ലൈസോസോമിനെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ ലൈസോസോം ആണ് സൂയിസൈഡൽ ബാഗ്, മറന്നു പോരുത്. അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം എന്താണ്? ക്വസ്റ്റ്യൻ ചിലപ്പോ സൂയിസൈഡൽ മാറ്റിയിട്ട് പോസ്റ്റ് ഓഫീസ്, പാക്കേജിംഗ് സെന്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് വരും? ഗോൾഗി ബോഡി വരും. അതുകൊണ്ട് എല്ലാത്തിന്റെയും അറിഞ്ഞിരിക്കുക വേറൊരു പേര് കേട്ടോ. നമ്മുടെ ആൻസർ സി ആണെന്ന് പഠിച്ചില്ലേ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ മിഷലീനിയസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ.
അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവൈസ് കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ എന്താണ് കുറെ ഡീറ്റെയിൽസ് ബയോളജിയിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും നമ്മളെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. പഠിക്കുന്ന സമയത്ത് എന്താണ് കോൺസെൻട്രേഷൻ വേറെ എങ്ങും പോകാതെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് കൊണ്ടുവരിക. ഹാപ്പി ആയിട്ട് പഠിക്കുക. നമ്മളുടെ കയ്യിലായിരിക്കും സക്സസ്, നമ്മളുടെ കൂടെ ആയിരിക്കും ഈ പ്രാവശ്യത്തെ എക്സാം അല്ലെ. എല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൊടുത്തിട്ട് പഠിക്കാം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.